ഒരു അതിനകത്ത് ഒരു എലമെന്റൽ വോള്യം ആണ് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നത് റെക്ടാംഗുലർ ബ്ലോക്കിൽ. അത് റെക്ടാംഗുലർ ആവാം, സ്പെറിക്കൽ ആവാം, ഏത് ബ്ലോക്ക് വേണമെങ്കിൽ ആവാം. നമ്മളൊരു എലമെന്റൽ വോള്യം എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കുറെ n നമ്പർ ഓഫ് എലമെന്റൽ വോള്യം കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഈ ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ഉണ്ടാവുക. n നമ്പർ ഓഫ് എന്താണ് എലമെന്റൽ വോള്യം കമ്പൈൻ ചെയ്തിട്ടാണ് നമുക്ക് എന്തുണ്ടാവുന്നത്, ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ഉണ്ടാവുന്നത്. മനസ്സിലായോ? ഇങ്ങനത്തെ n നമ്പർ ഓഫ് കേസ് ജോയിൻ ചെയ്തു. അതിനകത്തുള്ള ഒരു ഒറ്റൊരു കേസ് ആണ് ഒരു എലമെന്റൽ വോള്യമാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ആ എലമെന്റൽ വോള്യത്തിനെ വലുതാക്കി കാണിച്ചിരിക്കുന്നതാണ് നമ്മളിവിടെ കാണുന്ന ഒരു 3 ഡയമെൻഷനിൽ കാണുന്ന ഒരു റെക്ടാംഗുലർ ബ്ലോക്ക്. മനസ്സിലാക്കിയോ? നമ്മൾ ഇവിടെ കാണുന്ന എന്താണ്, ഒരു ലാർജ് വോള്യം സൈസിലുള്ള ഒരു റെക്ടാംഗുലർ ബ്ലോക്ക് ഉണ്ട്. ആ റെക്ടാംഗുലർ ബ്ലോക്ക് വിച്ച് ഈസ് കൺസിസ്റ്റ് ഓഫ് അല്ലെങ്കിൽ വിച്ച് ഈസ് മേഡ് ഓഫ് എന്താണ്, n നമ്പർ ഓഫ് സ്മോൾ ഇൻഫൈനൈറ്റ്സിമൽ സ്മോൾ എലമെന്റൽ വോള്യം. ആ ഒരു എലമെന്റൽ വോള്യം ആണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ആ ഒരു എലമെന്റൽ വോള്യം അപ്പൊ പിടികിട്ടിണ്ടാവുന്നതായിരിക്കും കേട്ടോ. അതിനകത്ത് കാണുന്ന ചെറിയൊരു എലമെന്റൽ വോള്യമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അതിനകത്ത് കാണുന്ന ചെറിയൊരു എലമെന്റൽ വോള്യമാണ് നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. ടോട്ടൽ വോള്യം അല്ല, ചെറിയൊരു എലമെന്റൽ വോള്യം. മനസ്സിലായിണ്ടാവുന്നതായിരിക്കും. ഇനി ശ്രദ്ധിക്കുക, നമുക്ക് നോക്കാം, പറഞ്ഞു പോവാം. അപ്പൊ എന്താ ചെയ്യുന്നത്, ലെറ്റ് us consider an infinitesimal rectangular parallelepiped of sides എന്താണ് തുടങ്ങുള്ളൂ ഓഫ് സൈഡ്സ് എന്താണ് dx dy and dz എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്, ശ്രദ്ധിക്കാം, ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഒരു പാരലോപിപ്പഡ് ആണ് അല്ലെ, അല്ലെങ്കിൽ റെക്ടാംഗുലർ ബ്ലോക്ക് ആണ്. അതിന്റെ സൈഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നമ്മൾ കാണിച്ചിട്ടുണ്ട്. എന്താണ് നമ്മൾ കാണുന്നത്, ഇത് 3 ഡയറക്ഷനിലാണ് ഇത് കാണുന്നത്. ഒരു 3 ഡയമെൻഷനലി വരുന്ന വലിയൊരു ബ്ലോക്കിന്റെ ഒരു ചെറിയൊരു പോർഷൻ ആണ് നമ്മളിവിടെ കാണിച്ചിരിക്കുന്നത്. അതിനകത്ത് നമ്മൾ കാണുന്ന എന്താ, ഒരു സൈഡ് എന്നുള്ളത് എന്താണ്, ഇതിവിടെ കാണുന്ന എന്താ, ഇതിന്റെ ഒരു സൈഡ്, ദാറ്റ് ഈസ് എന്താണ്, dx ആണ്. dx എന്നുള്ളത് എന്താണ്, ടുവേർഡ്സ് എന്താണ്, എക്സ് ഡയറക്ഷൻ ആണ്. ടുവേർഡ്സ് എന്താണ്, എക്സ് ഡയറക്ഷൻ. ഇതല്ല എക്സ് ഡയറക്ഷൻ, ഇതാണ് നമ്മുടെ എക്സ് ഡയറക്ഷൻ. നോക്കുക കേട്ടോ, നിങ്ങളുടെ ഇതിനകത്ത് നോക്കുക, ഇതെന്താണ്, എക്സ് ഡയറക്ഷൻ ആണ്. അപ്പൊ ഇവിടത്തെ എലമെന്റൽ ഡിഫറൻസ് എന്ന് പറയുമ്പോൾ എന്തായിട്ട് മാറും, ത്രൂ dx ആണ്. ഇനി അടുത്തത് ഇവിടെ ഈ സൈഡ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്, ഇത് y ഡയറക്ഷൻ ആണ് അല്ലെ, y ഡയറക്ഷൻ ആണ്. അപ്പൊ അവിടെ നമ്മൾ എടുക്കുമ്പോൾ dy ആവും. അതുപോലെ ഇവിടെ നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ z ഡയറക്ഷൻ ആവും. അപ്പൊ അവിടുത്തെ ഡിസ്റ്റൻസ് എന്താവും, dz ആവും. അപ്പൊ അത്രയും കാര്യങ്ങൾ മാത്രം ഒന്ന് ഓർത്തിരിക്കുക കേട്ടോ. dx dy dz എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. ഓക്കെ, dx dy dz എന്നുള്ളത് ഓർത്ത് വെക്കുക. ഇതാണ് ഒരു എലമെന്റൽ വോള്യം. ഈ എലമെന്റൽ വോള്യത്തിൽ നമ്മൾ കുറച്ച് അസംഷൻസ് എടുക്കുന്നുണ്ട്. ഫസ്റ്റ് അസംഷൻ എന്താണെന്നറിയോ, പിന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ എടുക്കണം. ടുവേർഡ്സ് dx dy dz, പിന്നെ എന്താ കൊടുത്തിരിക്കുന്നത്, dx dy dz കൊടുത്തിട്ടുണ്ട് പാരലൽ ടു എന്താണ്, x y and z, പാരലൽ ടു x y z, നേരത്തെ കണ്ട പോലെ x y z, ഇൻ വിച്ച് എന്താണ് ടെമ്പറേച്ചർ ഈസ് വേരിയിങ് വിത്ത് എന്താണ് ലൊക്കേഷൻ ആൻഡ് ടൈം. ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, വേരിയിങ് വിത്ത് ടൈം ആണ്. ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് അല്ല. അപ്പൊ എന്താണ്, അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായാലും, സ്റ്റഡി സ്റ്റേറ്റ് അല്ല, അൺസ്റ്റഡി ആണ്. ജനറൽ കാർട്ടീഷ്യൻ ഇക്വേഷൻ ആകുമ്പോൾ എന്തായിരിക്കും, അൺസ്റ്റഡി ആവും, സ്റ്റഡി അല്ല. അതാണ് സ്റ്റഡി. അൺസ്റ്റഡി ആയതുകൊണ്ടാണ് എന്താണ്, വിച്ച് ദ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എന്താണ്, ടെമ്പറേച്ചർ ആണ്. ടെമ്പറേച്ചർ ഈസ് വേരിയിങ് വിത്ത് ലൊക്കേഷൻ ആൻഡ് ടൈം. ടെമ്പറേച്ചർ ഈസ് വേരിയിങ് വിത്ത് എന്താണ്, ലൊക്കേഷൻ ആൻഡ് ടൈം. ദാറ്റ് മീൻസ് എന്താണ്, അൺസ്റ്റഡി ആണ്, സ്റ്റഡി സ്റ്റേറ്റ് അല്ല. അൺസ്റ്റഡി സ്റ്റേറ്റ് ഹീറ്റ് കണ്ടക്ഷൻ ആണ്. ഇനി ഇവിടെ അസംഷൻ എന്താ എടുക്കുന്നത്, ഫസ്റ്റ് അസംഷൻ, ഫസ്റ്റ് വൺ എന്താണ്, മെറ്റീരിയൽ ഈസ് ഐസോട്രോപിക്. മെറ്റീരിയൽ ഈസ് ഐസോട്രോപിക് എന്ന് പറഞ്ഞാൽ മെറ്റീരിയലിലെ തെർമൽ കണ്ടക്ടിവിറ്റീസ് യൂണിഫോം ഇൻ ഓൾ ഡയറക്ഷൻ. മെറ്റീരിയലിലെ തെർമൽ കണ്ടക്ടിവിറ്റി K is uniform in all direction. അതുപോലെ തന്നെ എന്താണ്, there is a heat generation in material. അടുത്ത അസംഷൻ എന്താണ്, there is a heat generation in material. ഹീറ്റ് ജനറേഷൻ ആ മെറ്റീരിയലിനകത്ത് ഉണ്ട്. കിട്ടിയല്ലോ, രണ്ട് അസംഷൻസ് ആണ്. അപ്പോൾ നമ്മൾ ഇത് ഡെറിവേഷൻ എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. ടു ഡിറൈവ് എന്താണ്, ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ ജനറൽ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയും. അപ്പൊ ഇത് നമ്മൾ ഒരു റെക്ടാംഗുലർ ബ്ലോക്കിന്റെ കേസാണ് എടുക്കുന്നത്. ഇനി സിലിണ്ടറിക്കലും സ്പെറിക്കലും നമുക്ക് പഠിക്കാനുണ്ട്, മനസ്സിലാക്കുക കേട്ടോ. അപ്പൊ രണ്ട് അസംഷൻസ് ആണ് എടുക്കുന്നത്. മെറ്റീരിയൽ ഈസ് ഐസോട്രോപിക്, ദാറ്റ് മീൻസ് എന്താണ്, തെർമൽ കണ്ടക്ടിവിറ്റി ഓഫ് മെറ്റീരിയൽ ഇൻ ഓൾ ഡയറക്ഷൻ ഈസ് സെയിം, ആൻഡ് ദർ ഈസ് എ ഹീറ്റ് ജനറേഷൻ ഇൻ മെറ്റീരിയൽ. മെറ്റീരിയലിനകത്ത് എന്തുണ്ട്, ഹീറ്റ് ജനറേഷൻ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ കണ്ട മെറ്റീരിയലിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഉള്ളിലോട്ട് ഹീറ്റ് QX എന്നുള്ള ഹീറ്റ് ഈ മെറ്റലിന്റെ ഉള്ളിലേക്ക് വന്നു. പുറത്തോട്ട് എന്ത് പറഞ്ഞു, എന്ത് പോയി, QX + DX എന്നുള്ളത് പോയി. അപ്പൊ എന്ത് സംഭവിച്ചു, ഇത് പോകുമ്പോ സം എമൗണ്ട് ഓഫ് എനർജീസ് എന്ത് ചെയ്യും, ഹീറ്റ് എനർജീസ് ജനറേറ്റ് ചെയ്യും, സം എമൗണ്ട് ഓഫ് എനർജീസ് സ്റ്റോർ ചെയ്യും. മനസ്സിലായോ? ഇവിടെ നമ്മൾ QX എന്നുള്ളത് ഈ എലമെന്റിലേക്ക് പോയി, QX + DX എന്നുള്ളത് ഈ എലമെന്റിൽ നിന്ന് പുറത്തോട്ട് പോയി. അപ്പൊ എന്താ പ്രത്യേകത, ഒന്നെന്താണ്, ഇതിനകത്ത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ ഇത് ഹീറ്റ് ആയപ്പോൾ എന്ത് സംഭവിച്ചു, അവിടെ ഹീറ്റ് ജനറേറ്റ് ചെയ്തു. അതാണ് അവിടെ നമ്മൾ ഹീറ്റ് ജനറേഷൻ എന്നുള്ള കോൺസെപ്റ്റ്.
നെക്സ്റ്റ് എന്താ നമ്മൾ പറഞ്ഞത്? നെക്സ്റ്റ് എന്താണ്? സം എമൗണ്ട് ഓഫ് എനർജീസ് സ്റ്റോർഡ് ഇൻ ദാറ്റ് സിസ്റ്റം. നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റത്തിനകത്ത് എന്താണ്? സം എമൗണ്ട് ഓഫ് എനർജി സ്റ്റോർ ചെയ്യും. നമ്മൾ എവിടെയാ പഠിച്ചതെന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എവിടെയാ പഠിച്ചത്? ഏത് ലോ ഓഫ് തെർമോഡൈനാമിക്സിലാണ് നമ്മൾ പഠിച്ചത്? ഓർമ്മയുണ്ടോ? Q minus W that is equal to delta E. Q minus W that is equal to delta E or delta U. Delta U എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്റേണൽ എനർജി നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഞാൻ അത് പിന്നീട് വരാം, ഓർമ്മയുണ്ടാവും വിചാരിക്കണം. ഓക്കെ, ഇനി ഇത് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? നമ്മളൊരു എനർജി ബാലൻസ് ഇക്വേഷനിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോവാണ്. എന്തിലേക്ക് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്? എനർജി ബാലൻസ് ഇക്വേഷൻ. ആ എനർജി ബാലൻസ് ഇക്വേഷൻ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എടുത്ത് കാണിച്ചു തരാം. ഓക്കെ, അപ്പൊ എനർജി ബാലൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഫസ്റ്റ് എന്താണ് ഇക്വേഷൻ? നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് into the element dx dy dz per unit volume. എന്താ പ്രത്യേകത? നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ എടുത്ത എലമെന്റൽ വോളിയം, ഇതിനകത്ത് ഉള്ളിലോട്ട് വരുന്ന ഹീറ്റ് ആണ്. നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്ത്? Qx ആയിട്ട് കൺസിഡർ ചെയ്ത്. പുറത്തോട്ട് പോകുന്ന ഹീറ്റ് ആണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്ത്? Qx plus dx ആയിട്ട് കൺസിഡർ ചെയ്ത്. അപ്പൊ നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? Qx മൈനസ് എന്താണ്? Qx plus dx. ഇതാണ് നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെന്റ്. ശ്രദ്ധിക്കുക. അപ്പൊ എന്താണ് ഫസ്റ്റ് ജനറൽ എനർജി ബാലൻസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെന്റ് പ്ലസ് അടുത്ത എന്താണ്? ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദാറ്റ് എലമെന്റ്. ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ എലമെന്റ് നമ്മൾ എന്താ കൺസിഡർ ചെയ്യുന്നത്? Qg ആണ് കൺസിഡർ ചെയ്യുന്നത്. ഹീറ്റ് ജനറേറ്റഡ് ഇൻ ദ എലമെന്റ് എന്താ കൺസിഡർ ചെയ്യുന്നത്? Qg ആണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് Qx മൈനസ് Qx plus dx പ്ലസ് എന്ത് വന്നു? Qg. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? നെറ്റ് ഹീറ്റ് സ്റ്റോർഡ് ഇൻ ദാറ്റ് എലമെന്റ്. ഇക്വേഷൻ കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കണം. പ്ലസ് വർക്ക് ഡൺ കൂടെ വരും. നമ്മൾ വർക്ക് ഡൺ ഇപ്പൊ പറയണ്ട. അപ്പൊ ഇക്വേഷൻ ശ്രദ്ധിക്കുക. എന്താണ്? ഇതാണ് നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെന്റ്. ടോട്ടൽ എലമെന്റിൽ കണ്ടക്ട് ചെയ്ത ടോട്ടൽ ഹീറ്റ്. നെറ്റ് ഹീറ്റ് എന്ന് പറഞ്ഞാൽ ഉള്ളിലോട്ട് വരുന്ന ഹീറ്റ് മൈനസ് പുറത്തോട്ട് പോകുന്ന ഹീറ്റ്. ഉള്ളിലോട്ട് വരുന്ന ഹീറ്റ് ആണ് Qx, പുറത്തോട്ട് പോകുന്ന ഹീറ്റ് ആണ് Qx plus dx. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? Qx മൈനസ് Qx plus dx പ്ലസ് ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ഈസ് റെപ്രസെന്റഡ് ആസ് എന്താണ്? Q. ഇവിടെ എന്താണ്? നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ദാറ്റ് ഈസ് എങ്ങനെ റെപ്രസെന്റ് ചെയ്യുക? Qx മൈനസ് Qx plus dx. കിട്ടിയല്ലോ? ദാറ്റ് ഈസ് ഈക്വൽ ടു Qg. നെക്സ്റ്റ് that is equal to എന്താണ്? That is equal to എന്താണ്? Increase in internal energy or energy stored per unit volume. Energy stored per unit volume. അത് നമുക്ക് കണ്ടുപിടിക്കാം. എനർജി സ്റ്റോർഡ് പെർ യൂണിറ്റ് വോളിയം എന്ന് പറഞ്ഞാൽ MCP ഡെൽറ്റ ടി ആണ്. MC ഡെൽറ്റ ടി or MCP ഡെൽറ്റ ടി ആണ്. അത് നമുക്ക് നോക്കാം. അത് എങ്ങനെയാ വരിക, എന്താ വരിക എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. MCP ഡെൽറ്റ ടി per work done by element per unit time. അത് നമുക്ക് സാധാരണ കൺസിഡർ ചെയ്യാറില്ല. അപ്പൊ ഇതാണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ എങ്ങനെയാണ് ജനറൽ ഇക്വേഷൻ ഒന്നും പറയാം? എന്താ വരുന്നത്? നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ ടു ദ എലമെന്റ് പ്ലസ് എന്താണ്? ഇന്റേണൽ ഹീറ്റ് ജനറേഷൻ ദാറ്റ് ഈസ് ഈക്വൽ ടു എനർജി സ്റ്റോർഡ് ഇൻ ദാറ്റ് എലമെന്റ്. എന്താണ്? എനർജി സ്റ്റോർഡ് ഇൻ ദാറ്റ് എലമെന്റ്. ഇനി ഇതാണ് നമ്മൾ 1 by 1 ആയിട്ട് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. മനസ്സിലായോ? ഇതാണ് നമ്മൾ 1 by 1 ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് കേസ് എന്നുള്ളത് Qx ആണ്. ഇതാണ് നമ്മുടെ ഒരു എലമെന്റൽ വോളിയം. ആ എലമെന്റൽ വോളിയത്തിന്റെ ഉള്ളിലോട്ട് വരുന്ന ഹീറ്റ് ആണ് Qx. ഈ Qx നമ്മൾ ഡിറൈവ് ചെയ്യുന്നത് ഏത് ഇക്വേഷൻ വെച്ചാണെന്ന് അറിയൂ? നമ്മുടെ ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ വെച്ചാണ്. അപ്പൊ Qx ഈക്വൽ ടു എന്താണ് നമ്മൾ പറയുന്നത്? മൈനസ് Kx ഇൻറ്റു A ഡോട്ട് T ബൈ ഡോ എക്സ്. ഇത് എവിടെ നമുക്ക് കിട്ടുന്നത്? ഫോറിയർ ലോ ഓഫ് ഹീറ്റ് കണ്ടക്ഷൻ. കിട്ടിയോ എല്ലാവർക്കും? നമ്മൾ പഠിച്ചതല്ലേ? Q ഈക്വൽ ടു, ശ്രദ്ധിക്കുക, Qx or Q ഈക്വൽ ടു that is Qx that is equal to എന്താണ്? മൈനസ് Kx ഡയറക്ഷൻ ആണ് Kx into A that is dot T by dou x. കിട്ടിയോ? ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഇക്വേഷൻ Qx എന്നുള്ളത്. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ എന്താണ് ഏരിയ എലമെന്റൽ വോളിയം? ഏരിയ ഓഫ് എലമെന്റൽ വോളിയം എന്താ വരുന്നുണ്ടാവുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ് ഡയറക്ഷനിലാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. എക്സ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഏരിയ ഓഫ് എലമെന്റൽ വോളിയം എന്ന് പറഞ്ഞാൽ എക്സെപ്റ്റ് എക്സ് ഡയറക്ഷൻ ബാക്കി എല്ലാം വരുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എടുക്കും? dy and dz. അതല്ല ഇവിടെ എഴുതിയിരിക്കണേ kx ഇൻറ്റു എന്താ കൊടുത്തിരിക്കുന്നത്? dy dz ഇൻറ്റു എന്താണ്? ഡോട്ട് ടി ബൈ ഡോ എക്സ്. dy dz ഇൻറ്റു എന്താണ്? ഡോട്ട് ടി ബൈ ഡോ എക്സ് കിട്ടിയിട്ടുണ്ടാവുന്നിരിക്കുന്നു.
dy dx into എന്താണ് dot t by dot x. ഇതാണ് എന്നുള്ളത് നമുക്ക് എന്ത് കിട്ടി? റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ. റേറ്റ് ഓഫ് ഫ്ലോ ഓഫ് ഹീറ്റ് ഇൻ എക്സ് ഡയറക്ഷൻ കിട്ടിയല്ലോ. ഇനി ഇതേ സംഭവം തന്നെ ഹീറ്റ് കണ്ടക്റ്റഡ് ഇൻ പുറത്തോട്ട് പോകുന്നത് എങ്ങനെ കണ്ടുപിടിക്കും? ക്യൂ അടുത്ത് നമ്മൾ കണ്ടുപിടിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ക്യൂ എക്സ് എന്നുള്ളതാണ് ഉള്ളിലോട്ട് വരുന്നത്. ഇവിടെ പുറത്തോട്ട് പോകുന്നത് എന്താ? ഇവിടെ നോക്കി കഴിഞ്ഞാൽ കാണാം, ദാറ്റ് ഈസ് എന്താണ്? ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്. പുറത്തോട്ട് പോകുന്നത് എന്താണ്? ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്. ഇത് നമ്മൾ ചെയ്യുന്നത് ഫൊറിയർ സീരീസ് വെച്ചാണ് നമ്മൾ എക്സ്പാൻഡ് ചെയ്യുന്നത്. ഫൊറിയർ സീരീസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല, മാത്സിൽ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവണം, ന്യൂമറിക്കൽ മെത്തേഡ്സിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല, ഇവിടേക്ക് ആവശ്യമുള്ളത് മാത്രമേ നമ്മൾ പോകുന്നുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ നമുക്ക് ഫൊറിയർ സീരീസ് എന്താ വരുന്നത്? ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ വരുന്നത്? ക്യൂ എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യൂ എസ് ഡി എക്സ്. ഇനി അടുത്തത് വരും ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു ക്യൂ എക്സ് സ്ക്വയർ ഡി എക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. അത് നമുക്ക് ആവശ്യമില്ല, നമ്മൾ ഒരു ഡയറക്ഷൻ ഒറ്റ കേസ് മാത്രമേ എടുക്കുന്നുള്ളൂ, ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് മാത്രമേ എടുക്കുന്നുള്ളൂ. നമ്മൾ ഇറ്റ് ഈസ് 1 ഡയമെൻഷൻ ആയതുകൊണ്ട് അത്ര എടുക്കുന്നുള്ളൂ. അപ്പൊ എങ്ങനെ വരും? ക്യൂ എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യൂ എക്സ് ഡി എക്സ്. ക്യൂ എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ക്യൂ എക്സ് ഡി എക്സ് കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും. ഇനി നമ്മൾ ഇതിനൊന്ന് അപ്ലൈ ചെയ്യാൻ പോവാം. ക്യൂ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കെ എ ഡോട്ട് ടി ബൈ ഡോ എക്സ്. അപ്പൊ എങ്ങനെ എഴുതി? മൈനസ് കെ എക്സ് ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു എ എന്ന് വെച്ചാൽ എന്താ? ഡി വൈ ഇൻറ്റു ഡി സെറ്റ്. ഡി വൈ ഇൻറ്റു ഡി സെറ്റ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ക്യൂ എക്സ് ഡി എക്സ്. അപ്പൊ എന്താ? ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ്, നമുക്ക് മൈനസ് കെ എക്സ് അല്ലേ വരുന്നത്, മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ്, മൈനസ് ഓഫ് ഡോ ബൈ ഡോ എക്സ് ക്യൂ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ? മൈനസ് കെ എക്സിന്റെ മൈനസ് കെ എവിടെ വന്നു? ഇവിടെ വന്നു. പിന്നെ ബാക്കി എന്താ ഉള്ളത്? കെ എക്സ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു എക്സ്, ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഇൻറ്റു എന്തുണ്ട്? ബാക്കി എന്തുണ്ട്? ആ എ ഉണ്ട് അല്ലെ? എ എന്ന് പറഞ്ഞാൽ എന്താ? ഡി വൈ ഡി എസ് ഡി സെറ്റ്, ഡി വൈ ഡി സെറ്റ് കിട്ടിയല്ലോ. അപ്പൊ നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് എന്ന് വെച്ചാൽ എന്താ? മൈനസ്, ശ്രദ്ധിക്കുക ഞാൻ എഴുതുന്നത് ശ്രദ്ധിക്കാട്ടാ, മൈനസ് കെ എക്സ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ എക്സ് ഡി വൈ ഡി സെറ്റ് മൈനസ് ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു കെ എക്സ് ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു എന്ത് വന്നു? ഡി എക്സ് ഡി വൈ ആൻഡ് ഡി സെറ്റ്, ഡി എക്സ് ഡി വൈ ആൻഡ് ഡി സെറ്റ് കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും കേട്ടോ. അപ്പൊ ഇതാണ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് എന്നുള്ളത്. അപ്പൊ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കുന്നത്? നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ്, നെറ്റ് ഹീറ്റ് കണ്ടക്റ്റഡ്, നെറ്റ് ഹീറ്റ് സ്റ്റോർഡ് ഇൻ ദാറ്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ വേണ്ടത്? ക്യൂ എക്സ് മൈനസ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്, ക്യൂ എക്സ് മൈനസ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ്. അത് ഞാനൊന്ന് എഴുതി തരാം കേട്ടോ താഴെ. ക്യൂ എക്സ് മൈനസ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ ക്യൂ എക്സ് മൈനസ് ഓഫ് ക്യൂ എക്സ് മൈനസ് ഡോ ബൈ ഡോ എക്സ് മൈനസ് കെ ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു എന്ത് വന്നു? ഡി എക്സ് ഡി വൈ ഡി സെറ്റ്. ഇതാണ് വരിക. എന്താ പ്രത്യേകത? ഫസ്റ്റ് ക്യൂ എക്സ് മൈനസ്, ഇങ്ങനെ എഴുതുന്നില്ല കേട്ടോ, നമുക്ക് വേണമെങ്കിൽ ഒന്ന് റബ് ചെയ്ത് രണ്ടാമത് കാണിച്ചു തരാം കേട്ടോ, റൈസ് ചെയ്ത് കാണിച്ചു തരാം. മൈനസ് കെ ബൈ അതൊന്നും എഴുതണ്ട, അല്ലാണ്ട് കാണിച്ചു തന്നിട്ട് രണ്ടാമത് പറയാം. ഈ ഡെറിവേഷൻ ഇന്ന് തന്നെ എല്ലാവരും നോക്കിക്കോളോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ, എക്സാമിന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കഴിഞ്ഞ പ്രാവശ്യം 10 മാർക്കിന്റെ ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നു കേട്ടോ. അതുകൊണ്ട് നിങ്ങളൊന്ന് തെറ്റാണ്ട് നോക്കുക. ഓക്കെ, നോക്കാം. That is equal to qx minus qx plus dou by dou x qx into dx. ഇതാണ് നമ്മുടെ ഇക്വേഷൻ വരിക. ഓക്കെ, അപ്പൊ എങ്ങനെ വരും? qx മൈനസ് qx എന്തായിട്ട് പോയി? ക്യാൻസൽ ആയി പോയി. qx മൈനസ് qx എന്തായിട്ട് പോയി? ക്യാൻസൽ ആയി പോയി. ബാക്കി എന്തുള്ളത്? ഒരു മൈനസ് ഉണ്ട്, ഡോ ബൈ ഡോ എക്സ് ക്യൂ എക്സ് ഡി എക്സ് ഉണ്ട്. അപ്പൊ എന്ത് വന്നു? മൈനസ്, ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം? മൈനസ് ഇൻറ്റു മൈനസ് ഓഫ് കെ ഇൻറ്റു ഏരിയ ഉണ്ട് അല്ലെ? ഏരിയ അവിടെ നിൽക്കട്ടെ, ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഏരിയ.
ഏരിയ എന്ന് വെച്ചാൽ ഇവിടെ ഒരു dx അവിടെ ഉണ്ട്. ഏരിയ എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ dx ഇട്ടു, ഏരിയ ബാക്കി എന്താണ്? dy into dz. അപ്പൊ ഈ മൈനസും മൈനസും എന്തായിട്ട് പോയി? പ്ലസ് ആയിട്ട് പോയി. ആ ഇപ്പൊ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറി? അതാണ് ഇക്വേഷൻ ഇവിടെ. ഡോ ബൈ ഡോ എക്സ് കെ എക്സ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ എക്സ് എന്താണ്? ഡി എക്സ് ഡി വൈ ഡി സെറ്റ് എന്നുള്ളത്. ഇത് തന്നെയല്ല അവിടെ എഴുതിയിരിക്കണേ, സെയിം തന്നെയല്ലേ? കിട്ടിയില്ലേ? ഇത് ഞാൻ അവിടെ എക്സ്പാൻഡ് ചെയ്ത് എഴുതിയിട്ടില്ല, കൺക്ലൂഡ് ചെയ്താണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇവിടെ ഇപ്പൊ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. കിട്ടിയിട്ടുണ്ടാവുന്ന കാര്യം, പിടി കിട്ടിയിട്ടുണ്ടാവുന്നിരിക്കും. അതേ സമയം തന്നെ നമ്മൾ വൈ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? ക്യു വൈ മൈനസ് ക്യു വൈ പ്ലസ് ഡി വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഡോ ബൈ ഡോ വൈ കെ വൈ ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ വൈ ഡി എക്സ് ഡി വൈ ഡി സെറ്റ്. നേരത്തെ നമ്മൾ ചെയ്ത സെയിം കോൺസെപ്റ്റ് തന്നെയാണ് ഇവിടെ നമ്മൾ അപ്ലൈ ചെയ്തത്. നേരത്തെ എന്താണോ ചെയ്ത് സെയിം കോൺസെപ്റ്റ്. ഇനി അതേ സമയം തന്നെ സെറ്റ് ഡയറക്ഷനിലാവുമ്പോൾ എങ്ങനെ വരും? ക്യൂ സെറ്റ് മൈനസ് ക്യൂ സെറ്റ് പ്ലസ് ഡി സെറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? ഡോ ബൈ ഡോ സെറ്റ് കെ സെറ്റ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ സെറ്റ് എന്ത് വന്നു? ഡി എക്സ് ഡി വൈ ഡി സെറ്റ്. ഓക്കെ, സെയിം കോൺസെപ്റ്റ്. നമ്മൾ എന്താണോ എക്സ് ഡയറക്ഷനിൽ നമ്മൾ ചെയ്ത് അതേ കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എന്തിൽ ചെയ്യുന്നത്? വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും നമ്മൾ ചെയ്യുന്നത്. മനസ്സിലാക്കുക, എന്താണോ എക്സ് ഡയറക്ഷനിൽ നമ്മൾ ചെയ്തത് സെയിം കോൺസെപ്റ്റ് തന്നെയാണ് നമ്മൾ എന്തിൽ ചെയ്ത് വൈ ഡയറക്ഷനിലും സെഡ് ഡയറക്ഷനിലും നമ്മൾ ചെയ്തത്. അത് എക്സ്പാൻഷൻ ഒന്നുകൂടി ശ്രദ്ധിക്കുക, വേണമെങ്കിൽ ഞാൻ ഒന്നും കൂടി തരാം. ദാറ്റ് ഈസ് ഈക്വൽ ടു ഇങ്ങനെ വരുന്നത് ക്യൂ എക്സ് മൈനസ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് എന്ന് പറഞ്ഞാൽ എന്താ പറയുന്നത്? ക്യൂ എക്സ് മൈനസ് എന്താണ് അവിടെ നിൽക്കട്ടെ, എന്താ വരണ്ടാവുക? ക്യൂ എക്സ് മൈനസ് ക്യൂ എക്സ് പ്ലസ് ഡി എക്സ് എന്ന് വെച്ചാൽ ക്യൂ എക്സ് ഇൻറ്റു ക്യൂ എക്സ് പ്ലസ് ഡോ ബൈ ഡോ എക്സ് ക്യൂ എക്സ് ഇൻറ്റു ഡി എക്സ്. ഇത് ശ്രദ്ധിക്കുക, തെറ്റിക്കാതെ ശ്രദ്ധിക്കുക. അപ്പൊ അത് ക്യൂ എക്സും ക്യൂ എക്സും ക്യാൻസൽ ആയി പോയി. മൈനസ് വരുമ്പോൾ മൈനസ് ഡോ ബൈ ഡോ എക്സ് ക്യൂ എക്സ് ആണ് വരിക. മൈനസ് മൈനസ് കെ എ ഇൻറ്റു എന്താണ്? ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡി വൈ ഡി സെറ്റ് വരും. ആ മൈനസ് മൈനസ് എന്തായി പോയി? പ്ലസ് ആയി പോയി. ഫൈനൽ ഇക്വേഷൻ ബിക്കം എന്താണ്? പ്ലസ് കെ എക്സ് ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോട്ട് ടി ബൈ ഡോ എക്സ് ഇൻറ്റു എന്ത് വരും? എന്ത് വരും? ഡി എക്സ് ഡി വൈ ഡി സെറ്റ് വരും. ഓക്കെ, കിട്ടിയല്ലോ. ഇക്വേഷൻ തെറ്റാതെ കിട്ടിയിട്ടുണ്ടെങ്കിൽ 3 കേസും കിട്ടിയിട്ടുണ്ടാവുന്നതായിരിക്കും. ഇനി നമ്മൾ ടോട്ടൽ കേസ് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകും. ഫസ്റ്റ് കേസ് കേട്ടോ. ഫസ്റ്റ് നമ്മുടെ എന്താ? ഫസ്റ്റ് ഇക്വേഷൻ നെറ്റ് ഹീറ്റ് കണ്ടക്ടഡ് ഇൻ ടു ദ എലമെന്റ് ഡി എക്സ് ഡി വൈ ഡി സെറ്റ് പെർ യൂണിറ്റ് വോളിയം ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്മൾ 3 ഡയറക്ഷനും കൂടെ എഴുതുക. എങ്ങനെ എഴുതുന്നത്? ഡോ ബൈ ഡോ എക്സ് കെ എക്സ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ എക്സ്. ബാക്കിയുള്ളത് എവിടെയുണ്ട്? ഡി എക്സ് ഡി വൈ ഡി സെറ്റ് എവിടെയുണ്ട്? ഇവിടെ ഒരു സാധനം കൂടി ഉണ്ട് കേട്ടോ, ഡി സെറ്റ് ഉണ്ട്, ഇവിടെ കാണുന്നില്ല. നമ്മൾ സ്കാൻ ചെയ്ത് പോയതാന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഡി സെറ്റ് ഉണ്ട് കേട്ടോ. അതേസമയം തന്നെ എക്സ് ഡയറക്ഷൻ കഴിഞ്ഞു, വൈ ഡയറക്ഷൻ വന്നു കഴിഞ്ഞാൽ എന്താ പ്രത്യേകത? ഡോ ബൈ ഡോ വൈ കെ വൈ ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ വൈ ഇൻറ്റു എന്ത് വന്നു? ഡി എക്സ് ഡി വൈ ഡി സെറ്റ് ഇവിടെ ഉണ്ട്. പ്ലസ് അടുത്ത സെഡ് ഡയറക്ഷൻ ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ സെഡ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ സെഡ്. ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു കെ സെഡ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോ സെഡ്. കിട്ടിയല്ലോ എല്ലാവർക്കും? അപ്പൊ നമുക്ക് എന്ത് കിട്ടി? ആ കോൺസെപ്റ്റ് നമുക്ക് കിട്ടി. നെറ്റ് ഹീറ്റ് കണ്ടക്ടഡ് ഇൻ ടു ദ എലമെന്റ് എന്തെന്നുള്ളത് കിട്ടി? ഡി എക്സ് ഡി വൈ ഡി സെറ്റ് പെർ യൂണിറ്റ് വോളിയം കിട്ടി. കിട്ടിയോ? എല്ലാവരും കിട്ടിയില്ലേ? നമ്മൾ നേരത്തെ ഒരു അസംഷൻ പറഞ്ഞു അല്ലെ, യൂണിഫോം തെർമൽ കണ്ടക്ടിവിറ്റി. ആദ്യം തന്നെ പറഞ്ഞു ഐസോട്രോപിക് മെറ്റീരിയൽ, അതുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യാം യൂണിഫോം തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പൊ എന്താ പ്രത്യേകത? കെ എക്സ് ഈക്വൽ ടു കെ വൈ ഈക്വൽ ടു കെ സെഡ് ഈക്വൽ ടു എന്തായിട്ട് മാറി? കെ ആയിട്ട് മാറി. കെ സെഡ് ഈക്വൽ ടു കെ ഈക്വൽ ടു കെ സെഡ്. അപ്പൊ അത് കോമൺ ആയിട്ട് മാറി. അപ്പൊ നമ്മൾ കെ ഇനി അപ്പൊ കെ എന്നുള്ളത് കോമൺ ആയി, ഡി എക്സ് ഡി വൈ ഡി സെഡ് കോമൺ ആയി. അത് രണ്ടും ടേക്ക് ഔട്ട്. ബാക്കി എന്തുണ്ട്? ഡോ ബൈ ഡോ എക്സ് ഇൻറ്റു ഡോ ടി ബൈ ഡോ എക്സ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ. അതിവിടെ ഉണ്ടല്ലോ, ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ. സെക്കൻഡ് ഇക്വേഷൻ എന്താ? ഡോ ബൈ ഡോ വൈ ഇൻറ്റു ഡോ ടി ബൈ ഡോ വൈ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ. ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് എന്താ വരുന്നത്? ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു ഡോ ടി ബൈ ഡോ സെഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ. ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ. That is considered as an equation number 1. Okay, that is considered as an equation number 1. In a second equation ആണ് നമുക്ക് അടുത്ത് വേണ്ടത് QG. Let us consider QG. QG that is equal to എന്താണ്? Heat generated per unit volume. QG that is equal to എന്താണ്? Heat generated per unit volume. Watt per heat generated per unit volume. Volume എന്നുള്ളത് കൊണ്ട് എങ്ങനെ വരും?
QG, Q എന്ന് വെച്ചാൽ എന്താണ്? ഹീറ്റ് ആണ്. ഹീറ്റ് ദാറ്റ് ഈസ് യൂണിറ്റ് എന്താണ്? വാട്ട് ആണ്. പെർ യൂണിറ്റ് വോളിയം ആണ്. ദാറ്റ് മീൻസ് എന്തായി? പെർ മീറ്റർ ക്യൂബ് ആയി. എന്താ വരുന്നത്? വാട്ട് പെർ മീറ്റർ ക്യൂബ്. എന്താ വരുന്നത്? വാട്ട് പെർ മീറ്റർ ക്യൂബ്. കിട്ടിയോ? നിങ്ങൾക്ക് ആൻസർ കിട്ടിയോ? QG that is equal to എന്താണ്? വാട്ട് പെർ മീറ്റർ ക്യൂബ്. That means total rate of heat generation, total heat of heat generation that is equal to QG into volume. QG into volume that is equal to എന്താണ്? QG into volume. മൊത്തം എന്താ വരും? 3 ഡയറക്ഷൻ വരും. എന്ത് വന്നു? dx dy dz. dx dy dz. This is known as equation number 2. രണ്ട് ഇക്വേഷൻ കിട്ടി. എന്തൊക്കെ കിട്ടി? k into dx dy dz into dou square t by dou x square plus dou square t by dou y square plus dou square t by dou z square. Okay. At the same time, total rate of heat generation that is equal to QG into volume. QG into എന്താണ്? dx into dy into dz. dx into dy into dz. Next നമുക്ക് നോക്കാം ടോട്ടൽ റേറ്റ്. മൂന്നാമത്തെ ഇക്വേഷൻ. ഇപ്പൊ രണ്ടെണ്ണം കിട്ടി. 1 plus 2 equal to 3 ആണ് വരേണ്ടത് അല്ലെ? 1 plus 2 equal to എന്താ വരേണ്ടത്? 3 ആണ് വരേണ്ടത്. ആ 3 നോക്കാം. 3 വരുന്നത് എന്താ? ടോട്ടൽ ദാറ്റ് ഈസ് നെറ്റ് റേറ്റ് ഓഫ് സ്റ്റോർഡ് എനർജി ഓർ എന്താണ്? ടോട്ടൽ ഹീറ്റ് അക്യൂമുലേറ്റഡ് ഇൻ ദ എലമെന്റ് ഡ്യൂ ടു എന്താണ്? കണ്ടക്ഷൻ and heat generated within the element together to serve to increase the internal energy of the element over the period of time dt. അവിടെ നമ്മൾ ഹീറ്റ് കണ്ടക്ഷൻ വഴിയാവാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹീറ്റ് ജനറേഷൻ വഴിയാവാം എന്ത് ചെയ്തു? ആ ഒരു എലമെന്റിനകത്ത് some amount of energy is stored. Some amount of energy is stored with respect to with the period of or the period of time or the period of time dt. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഇതെന്താണ്? That is unsteady heat conduction ആണ്. That is എന്താണ്? Unsteady heat conduction ആണ്. That means എങ്ങനെ നമുക്ക് എഴുതാം? That is mass into that is equal to എന്താണ്? Net heat stored in that element that is equal to എന്താ വരുന്നത്? mCp delta T. That is equal to mass into specific heat into change of temperature in the element in time dt. Change in temperature of element in time dt that is equal to m into c എന്ന് വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ചിലർ cp എന്ന് എഴുതും. അപ്പോൾ cp നെ എഴുതുന്നത് cp എഴുതാം. ഓക്കേ, m into c into dot t by dot t എന്ന് പറഞ്ഞാൽ dot t by dot t എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? The change in temperature with respect to time. Change in temperature with respect to time. That is mc into dot t by dot t. അടുത്തത് നമുക്കറിയാം m എന്ന് വെച്ചാൽ എന്താണ്? മാസ് ആണ്. നമുക്കറിയാം ജനറൽ ഇക്വേഷൻ എന്താ? ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മാസ് ബൈ വോളിയം ആണ്. അപ്പൊ ഇതിനകത്ത് മാസ് എങ്ങനെ കണ്ടുപിടിക്കും? റോ ഇൻറ്റു വി ദാറ്റ് ഈസ് ഡെൻസിറ്റി ഇൻറ്റു വോളിയം. അപ്പൊ എങ്ങനെ എഴുതാം? m ഈക്വൽ ടു റോ ഇൻറ്റു വി ദാറ്റ് ഈസ് എന്താ വരുന്നത്? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഇൻറ്റു സി ഇൻറ്റു എന്ത് വന്നു? ഡോട്ട് ടി ബൈ ഡോട്ട് ടി. സെയിം ഇക്വേഷൻ റിപ്പീറ്റ്. മനസ്സിലായോ? റോ ഇൻറ്റു വി ഇൻറ്റു സി ഇൻറ്റു റോ ഇൻറ്റു വി എന്താണ്? m ആണ്. ഇൻറ്റു സി ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോട്ട് ടി. വി എന്ന് പറഞ്ഞാൽ എന്താ പ്രത്യേകത? അത് വോളിയം ആണ്. വോളിയം എന്താണ്? 3 വരും. dx dy dz വരും. സോ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. എങ്ങനെ എഴുതാം? റോ ഇൻറ്റു dx dy dz ഇൻറ്റു സി ഇൻറ്റു എന്താണ്? ഡോട്ട് ടി ബൈ ഡോട്ട് ടി. ദാറ്റ് ഈസ് ആൻ ഇക്വേഷൻ നമ്പർ 3. കിട്ടിയോ? വൺസ് അഗെയിൻ ടോട്ടൽ ഹീറ്റ് സ്റ്റോർ ചെയ്യുന്ന എങ്ങനെയൊക്കെയാണ്? ഹീറ്റ് ജനറേഷൻ വഴിയാവാം, ഹീറ്റ് കണ്ടക്ഷൻ വഴിയാവാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? mCp dot t by dot t. That is equal to mass into specific heat into dot t by dot t. Mass എന്ന് പറഞ്ഞാൽ എന്താ? ഡെൻസിറ്റി ഇൻറ്റു വോളിയം ആണ്. ഇൻറ്റു സ്പെസിഫിക് ഹീറ്റ് ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോട്ട് ടി. അവിടെ അറിയാം വോളിയം എന്ന് പറഞ്ഞാൽ m ഇൻറ്റു dx dy dz ആണ്. ഇൻറ്റു സി ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോട്ട് ടി. കിട്ടിയല്ലോ? അപ്പൊ റോ സി ഇൻറ്റു ഡോട്ട് ടി ബൈ ഡോട്ട് ടി dx dy dz. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ച 3 കാര്യങ്ങൾ. ഒന്ന്, net heat conducted into the element plus heat generation that is equal to net heat stored in that element. Net heat stored in that element. അതിനെ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോവാം. ഇതാണ് ഇക്വേഷൻ. നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബാക്കി നമുക്ക് എഴുതാം k ഇൻറ്റു k എന്നുള്ളത് കോമൺ ആണ്, അറിയാലോ. k ഇൻറ്റു d സ്ക്വയർ ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ ഇൻറ്റു dx dy dz into dx dy dz. ഇതാണ് ഇക്വേഷൻ നമ്പർ 1. പ്ലസ് നെറ്റ് ഹീറ്റ് ജനറേറ്റഡ് ഇൻറ്റു ദ എലമെന്റ് qg into dx dy dz. qg into dx dy dz. അപ്പൊ സെക്കൻഡ് ഇക്വേഷൻ into തേർഡ് ഇക്വേഷൻ rho into dx dy dz into c into dot t by dot t. That is equation number 3. കിട്ടിയോ?
ഇതാണ് ഇത് മൂന്നും കൂടെ കമ്പൈൻ ചെയ്യുന്ന ഇക്വേഷൻ നമ്മൾ പറയുന്ന പേരാണ് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്. General heat conduction equation for Cartesian coordinate. That is K into dou square T by dou x square plus dou square T by dou y square plus dou square T by dou z square into dx dy dz plus Qg into dx dy dz. That is equal to rho into dx dy dz into dot T by dot T. ഇവിടെ ഏതൊക്കെ കാര്യങ്ങളെ കോമൺ ആയിട്ടുള്ളത്? dx dy dz കോമൺ അല്ലേ, ക്യാൻസൽ ചെയ്തൂടെ? അപ്പൊ അതിനെ നമ്മൾ അങ്ങ് ക്യാൻസൽ ചെയ്തു. K ഇവിടെ ഉണ്ടല്ലോ, കെയും കോമൺ ആയിട്ട് എടുക്കാം. ഒന്നിലേക്ക് കോമൺ ആയിട്ട് ഔട്ട് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ ഹാവ് ടു ഡിവൈഡ് കെ ബൈ കോമൺ ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യണം. അപ്പൊ എന്താ ഇക്വേഷൻ വെക്കുമ്പോൾ എങ്ങനെ വന്നു? ഡോ സ്ക്വയർ ടി ബൈ ഡോ. അപ്പൊ ഇവിടെ കെ ക്യാൻസൽ ആയി പോയി. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് വന്നു? ക്യൂ ജി ഡിവൈഡഡ് ബൈ കെ വന്നു. ഇവിടെ നമ്മൾ എന്ത് വന്നു? റോ സി ഡിവൈഡഡ് ബൈ കെ വന്നു. റോ സി ഡിവൈഡഡ് ബൈ കെ വന്നു. അപ്പൊ ഇക്വേഷൻ എങ്ങനെ എഴുതാം? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ plus dou square t by dou y square plus dou square t by dou z square plus എന്താണ് qg divided by k that is equal to qg divided by k that is equal to എങ്ങനെ വന്നു? that is equal to rho c by k into എങ്ങനെ വന്നു? rho c by k into എന്ത് വന്നു? dot t by dot t വന്നു. rho c by k into dot t by dot. അപ്പൊ നമുക്ക് ഇവിടെ ഒരു പുതിയൊരു ടേം വന്നു, rho c by k. ഈ റോ സി ബൈ കെ എന്ന് വെച്ചാൽ നമുക്ക് വേറൊരു ഇക്വേഷൻ നമ്മൾ അവിടേക്ക് വരുവാണ്. ആൽഫ പുതിയൊരു ടേമിന് നമ്മൾ പുതിയൊരു പ്രോപ്പർട്ടി നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. പ്രോപ്പർട്ടി ദാറ്റ് ഈസ് ഈക്വൽ ടു ആൽഫ തെർമൽ ഡിഫ്യൂസിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ റോ സി. തെർമൽ ഡിഫ്യൂസിവിറ്റി ദാറ്റ് ഈസ് ഈക്വൽ ടു കെ ഡിവൈഡഡ് ബൈ റോ സി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മളൊരു ഇതാണ് റോ സി എന്ന് പറഞ്ഞാൽ ഹീറ്റ് സ്റ്റോർ ചെയ്യുക, കെ എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ടിവിറ്റി. അപ്പൊ സ്റ്റോർ ചെയ്തിട്ടുള്ള ഒരു മെറ്റീരിയലിലെ എത്രത്തോളം ഹീറ്റ് കണ്ടക്ട് ആവുന്നുണ്ട്, എത്രത്തോളം ഫാസ്റ്റ് ഹീറ്റ് കണ്ടക്ട് ആവുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഫാസ്റ്റ് ഹീറ്റ് ട്രാൻസ്ഫർ ആവുന്നുണ്ട്, അതിനെയാണ് നമ്മൾ പുതിയ ടൈം എന്ത് പറയുന്നുണ്ടാവുക? തെർമൽ ഡിഫ്യൂസിവിറ്റി അല്ലെങ്കിൽ ആൽഫ എന്ന് പറയും. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? കെ ബൈ റോസി ആണ്. റോസി എന്ന് പറഞ്ഞാൽ റോസി എന്ന് വെച്ചാൽ എന്താണ്? റോ മാസ്. റോ എന്ന് വെച്ചാൽ എന്താ? റോ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡെൻസിറ്റി ഈക്വൽ ടു മാസ് ബൈ വോളിയം അല്ലെ? ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ? ഹീറ്റ് സ്റ്റോർഡ്. കെ എന്ന് പറഞ്ഞാൽ തെർമൽ കണ്ടക്ട്, ഹൗ ഫാസ്റ്റ് ഹീറ്റ് കണ്ടക്ട് എന്ന് പറഞ്ഞാൽ സ്റ്റോർ ചെയ്ത മെറ്റീരിയൽ എത്രത്തോളം ഹീറ്റ് ജനറലി കണ്ടക്ട് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എത്രത്തോളം ഫാസ്റ്റ് ആയിട്ടാണ് ഹീറ്റ് കണ്ടക്ട് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദാറ്റ് ഈസ് തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയുന്നത്. സോ ഇതിനെങ്ങനെ എഴുതാം? നമുക്കറിയാം ആൽഫ എന്ന് പറഞ്ഞാൽ കെ ബൈ റോസി ആണ്. നമുക്ക് ഇവിടെ കിട്ടുന്നത് എങ്ങനെയാ? റോസി ബൈ കെ ആണ്. അപ്പൊ റോസി ബൈ കെ എന്ന് പറഞ്ഞാൽ എന്താണ്? റോസി ബൈ കെ എന്ന് വെച്ചാൽ എന്താണ്? റോസി ബൈ കെ എന്ന് വെച്ചാൽ എന്താണ്? 1 ഡിവൈഡഡ് ബൈ ആൽഫ ആണ്. അപ്പൊ നമ്മൾ ഇക്വേഷൻ എങ്ങനെ എഴുതി? 1 by alpha dot t by dot t. Equation എങ്ങനെ എഴുതി? 1 by alpha dot t by dot t. ഇതാണ് this is an equation is known as general heat conduction equation for Cartesian coordinate. ഇതാണ് ഇക്വേഷൻ എന്നുള്ളത് general heat conduction equation for Cartesian coordinate. ഒന്നുകൂടെ നോക്കാം. dou square t by dou x square plus dou square t by dou y square plus dou square t by dou z square plus qg divided by k that is equal to 1 by alpha dot t by dot t. That is equal to എന്താണ്? 1 by alpha dot t by dot t. That is alpha is known as thermal diffusivity. Thermal diffusivity alpha. That means എന്താണ്? How fast heat is propagate or diffuses through the material during temperature change with the time. Okay. ഒന്നുമില്ലെങ്കിൽ thermal diffusivity നമുക്ക് എന്ത് പറയാം? How fast heat diffuses with the temperature per time with the time. During changes of temperature with time. അല്ലെങ്കിൽ how fast heat propagates. എത്ര ഫാസ്റ്റ് ആയിട്ടാണ് ഹീറ്റ് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്? അതിന് നമ്മൾ എന്ത് പറയും? തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ലാർജർ തെർമൽ ഡിഫ്യൂസിവിറ്റി മീൻസ് ഷോർട്ടർ ടൈം റിക്വയർഡ് ടു പെനട്രേറ്റ് ഹീറ്റ് ഡീപ്പർ ഇൻ ടു ദ സോളിഡ്. എന്താണ് അർത്ഥം? നമുക്കറിയാം ഡിഫ്യൂസിവിറ്റി കൂടുതലാണെങ്കിൽ ഷോർട്ട് ടൈം എടുത്തുകൊണ്ട് ഹീറ്റ് എന്ത് ചെയ്യാൻ പറ്റും? പെനട്രേറ്റ് ചെയ്യാൻ പറ്റും. ഏതിനകത്ത്? സോളിഡിനകത്ത്. അതിനെയാണ് നമ്മൾ എന്ത് പറയാ? തെർമൽ ഡിഫ്യൂസിവിറ്റി എന്ന് പറയാം. ലാർജ് തെർമൽ ഡിഫ്യൂസിവിറ്റി ആണെങ്കിൽ കുറച്ച് സമയം മതി ഹീറ്റ് പെനട്രേറ്റ് ആവാൻ. പ്രത്യേകത എന്താ? ഡിഫ്യൂസിവിറ്റി കൂടുമ്പോൾ പെട്ടെന്ന് എന്താവും? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കൂടും. ലാർജ് ഡിഫ്യൂസിവിറ്റി മീൻസ് എന്താണ്? faster the material penetrate into the heat. Okay. അപ്പൊ അതാണ് ഡിഫ്യൂസിവിറ്റി എന്നുള്ള പുതിയൊരു ടേം നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് എന്താണ് യൂണിഫോം തെർമൽ കണ്ടക്ടിവിറ്റി.
എന്താണ് യൂണിഫോം? നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് തന്നെയാണ്, അതൊന്നുകൂടെ എടുത്ത് പറയുന്നത് കേട്ടോ. ഫോർ യൂണിഫോം തെർമൽ കണ്ടക്ടിവിറ്റി ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ നേരത്തെ പറഞ്ഞ സെയിം സാധനം തന്നെയാണ്. എങ്ങനെ വരും? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് ക്യൂ ജി ഡിവൈഡഡ് ബൈ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? 1 ബൈ ആൽഫ ഡോട്ട് ടി ബൈ ഡോട്ട് ടി. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ്. ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ്? തെർമൽ ഡിഫ്യൂസിവിറ്റി ആണ്. ഇവിടെ പുതിയൊരു ടേം ഉണ്ട്. എന്താണ് ഈ ഡോ സ്ക്വയർ അല്ലെങ്കിൽ ഡെൽ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട് എന്താണ്? ഡെൽ സ്ക്വയർ ടി ഇൻറ്റു ക്യൂ ജി ബൈ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ആൽഫ ഡോട്ട് ടി ബൈ ഡോട്ട് ടി. ഇവിടെ ഡോട്ട് ടി എന്നുള്ളത് ചെറിയ ഡോട്ട് ടി ആണ് കേട്ടോ. അതെന്റെ മിസ്റ്റേക്ക് ആണ്, ഞാൻ എഴുതിയത് കറക്റ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾ നോട്ട് എഴുതുമ്പോൾ കറക്റ്റ് ചെയ്തോളൂ. ഡോട്ട് ടി ബൈ ഡോട്ട് ടി. അപ്പൊ എന്താണ് ഈ ഡെൽ ഓപ്പറേറ്റർ? ഡെൽ സ്ക്വയർ എന്നുള്ള ഓപ്പറേറ്റർ. ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ. കണ്ടോ? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ, ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ, ഡോ സ്ക്വയർ ടി ബൈ ഡോ സ്ക്വയർ, ഡോ സെഡ് സ്ക്വയർ. അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഡെൽ സ്ക്വയർ ടി എന്ന് പറഞ്ഞാൽ ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വൈ ബൈ ഡോ സെഡ് സ്ക്വയർ. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡെൽ സ്ക്വയർ എന്ന് പറയാം. അപ്പൊ ഡെൽ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം? ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡെൽ ഓപ്പറേറ്റർ എന്ന് പറയാം. എന്താണ് ഡെൽ ഓപ്പറേറ്റർ എന്ന് വെച്ചാൽ? എന്താണ്? ഡോ ബൈ ഡോ എക്സ് പ്ലസ് ഡോ ബൈ ഡോ വൈ പ്ലസ് ഡോ ബൈ ഡോ സെഡ്. ഡെൽ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ. അതിനെയാണ് നമ്മൾ എന്ത് പറയാം? ഡോ സ്ക്വയർ ടി എന്ന് പറയാം. അപ്പൊ ഈ ഇക്വേഷനെ ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലാസ് ഇക്വേഷൻ. അപ്പൊ ലാപ്ലാസ് ഇക്വേഷൻ നമുക്ക് ക്വസ്റ്റ്യനിൽ നമുക്ക് ചോദിക്കും, എങ്ങനെയാണ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷനെ ലാപ്ലാസ് ഇക്വേഷൻ, പോയ്സൺ ഇക്വേഷൻ, പിന്നെ ഒരു സാധാരണ എന്താ ചോദിക്കാറ്? ലാപ്ലാസ് ഇക്വേഷൻ, പോയ്സൺ അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഇക്വേഷൻ ഈ ഫോമിലേക്ക് എങ്ങനെ മാറ്റും? ലാപ്ലാസ് ഇക്വേഷൻ, ഡിഫ്യൂഷൻ ഇക്വേഷൻ ഈ ഫോമിലോട്ട് എങ്ങനെ മാറ്റും? അപ്പൊ നമ്മൾ ഇത് എഴുതണം. നമ്മൾ ലാപ്ലാസ് ഇക്വേഷൻ പറയുമ്പോൾ എന്താ? ഡെൽ സ്ക്വയർ ടി ബൈ ക്യൂ ജി ബൈ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ബൈ ആൽഫ ഡോട്ട് ടി ബൈ ഡോട്ട് ടി. ഇതിനെയാണ് ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഫോർ ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എന്താണ്? ലാപ്ലാസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് ഇൻ ദ ഫോം ഓഫ് എന്താണ്? ലാപ്ലാസ് ഇക്വേഷൻ. അടുത്തത് ഇതേ സംഭവം തന്നെ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയാൽ, ഇതെന്താ പ്രത്യേകത? ഇവിടെ എന്താണ്? സ്റ്റഡി സ്റ്റേറ്റ് അൺസ്റ്റഡി ആണ്. വിത്ത് റെസ്പെക്ട് ടു ടൈം എന്ത് ചെയ്യുന്നുണ്ട്? ചേഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയാൽ ഈ ടേം എന്തായിട്ട് പോയി? 0 ആയിട്ട് പോയി. സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ ആയാലും എന്ത് പോയി? ഈ ടേം എന്തായിട്ട് പോയി? 0 ആയിട്ട് പോയി. ദാറ്റ് ഈസ് സ്റ്റഡി സ്റ്റേറ്റ് കണ്ടീഷൻ. ദാറ്റ് ഈസ് ടെമ്പറേച്ചർ അറ്റ് പോയിന്റ് ഇൻ മെറ്റീരിയൽ ഡസ് നോട്ട് ചേഞ്ച് വിത്ത് ടൈം. ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്? ഡോട്ട് ടി ബൈ ഡോട്ട് ടി ഈക്വൽ ടു എന്താണ്? 0. ഈക്വേഷൻ തേർഡ് ടേം ബിക്കം എന്തായിട്ട് മാറി? 0 ആയിട്ട് പോയി. ബാക്കി എന്തുള്ളത്? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ പ്ലസ് ക്യൂ ജി ബൈ കെ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. That means del square t plus qg divided by k that is equal to 0. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയ്സൺ ഇക്വേഷൻ. ഈ ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് പോയ്സൺ ഇക്വേഷൻ. എന്താണ്? പോയ്സൺ ഇക്വേഷൻ. അടുത്തൊരു എക്സാമിന് കമ്പൽസറി നിങ്ങൾക്ക് ഡെറിവേഷൻ ഏതുണ്ടാവും? ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ കമ്പൽസറി ഉണ്ടാവും കേട്ടോ. ഇപ്പൊ തന്നെ അത് പഠിച്ചു വെച്ചോ. ഇന്ന് വൈകുന്നേരം തന്നെ നോക്കിക്കോളൂ കേട്ടോ. ഇപ്പൊ ഡെൽ സ്ക്വയർ ടി പ്ലസ് qg by k that is equal to 0. ഇതിനെ നമ്മൾ പറയുന്ന പേരാണ് പോയ്സൺ ഇക്വേഷൻ. അടുത്തത് തേർഡ് കേസ്, നോ ഹീറ്റ് സോഴ്സ്. എന്ന് വെച്ചാൽ എന്താ അർത്ഥം? qg by k that is equal to 0. അപ്പൊ എന്ത് വന്നു? അഗെയിൻ ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്ത് വന്നു? 1 ബൈ ആൽഫ ഡോട്ട് ടി ബൈ ഡോട്ട് ടി. അപ്പൊ ക്യൂ ജി ബൈ കെ എന്നുള്ള എന്തായിട്ട് പോയി? 0 ആയിട്ട് പോയി. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിഫ്യൂഷൻ ഇക്വേഷൻ. ഇതാണ് ഡിഫ്യൂഷൻ ടൈം. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്തെന്നുള്ളത്? ഡിഫ്യൂഷൻ ഇക്വേഷൻ. അപ്പൊ നമ്മൾ 3 കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ പറഞ്ഞത്? ലാപ്ലാസ് ഇക്വേഷൻ പറഞ്ഞു, പോയ്സൺ ഇക്വേഷൻ നമ്മൾ പറഞ്ഞു. മൂന്നാമത്തെ നമ്മൾ പറയുന്ന പേരാണ് ഡിഫ്യൂഷൻ ഇക്വേഷൻ. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ അറ്റ് ഡിഫ്യൂഷൻ ഇക്വേഷൻ there is no heat. അല്ലെങ്കിൽ ഡിഫ്യൂഷൻ ഇക്വേഷൻ നമ്മൾ പറഞ്ഞ ഡിഫ്യൂഷൻ ഇക്വേഷൻ പറഞ്ഞു. അതിനകത്ത് ദാറ്റ് ഈസ് ഇൻ സ്റ്റഡി സ്റ്റേറ്റ് ആണെങ്കിൽ ഇക്വേഷൻ ബിക്കം, അത് സ്റ്റഡി സ്റ്റേറ്റിലാണെങ്കിൽ ഇക്വേഷൻ ബിക്കം എന്തായിട്ട് മാറി?
എന്തായിട്ട് മാറി? ലാസ്റ്റ് ടേം 0 ആയിട്ട് മാറി. അപ്പൊ ബാക്കി എന്തായി? ഡെൽ സ്ക്വയർ ടി ഈക്വൽ ടു 0. അത് ലാപ്ലേസ് ഇക്വേഷൻ ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ വരും? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ വൈ സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ടി ബൈ ഡോ സെഡ് സ്ക്വയർ ഈക്വൽ ടു എന്തായിട്ട് വന്നു? 0 ആയിട്ട് മാറി. കിട്ടിയോ? മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഡിഫ്യൂഷൻ ടൈം നമ്മളിപ്പോ പറഞ്ഞ ഡിഫ്യൂഷൻ ഇക്വേഷൻ അകത്ത് സ്റ്റഡി സ്റ്റേറ്റ് വന്നു കഴിഞ്ഞാൽ അപ്പൊ എന്തായിട്ട് മാറി? ഈ ടൈം ഇതാണ് സ്റ്റഡി സ്റ്റേറ്റ് അല്ലെ? വിത്ത് റെസ്പെക്ട് ടെമ്പറേച്ചർ വിത്ത് എനി പ്രോപ്പർട്ടി വിത്ത് റെസ്പെക്ട് ടു ടൈം ചേഞ്ച് ചെയ്യുവാണെങ്കിൽ അതിനെന്ത് പറയും? അൺസ്റ്റഡി എന്ന് പറയും. ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ അതിനെന്ത് പറയും? സ്റ്റഡി എന്ന് പറയും. സ്റ്റഡി എന്ന് പറഞ്ഞാൽ ഈ ടൈം ഡോട്ട് ടി ബൈ ഡോട്ട് ടി എന്തായിട്ട് പോകും? 0 ആയിട്ട് പോകും. ആ ഇക്വേഷൻ മൊത്തം 0 ആയിട്ട് പോകും. ഇനി അറ്റ് ലാസ്റ്റ് ഒരു കേസും കൂടെ ഉണ്ട്. വൺ ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ മൂന്നിന്റെയും കൂടെ കമ്പൈൻ ചെയ്താൽ പറഞ്ഞത് അത് നമ്മൾ ഒരു ഡയറക്ഷനിൽ മാത്രമാണ് വേരി ചെയ്യുന്നുള്ളൂ എങ്കിൽ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ ആണെങ്കിൽ ആ ഇക്വേഷൻ സ്റ്റഡി സ്റ്റേറ്റ് വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ വിത്തൗട്ട് ഹീറ്റ് ജനറേഷൻ ആണെങ്കിൽ വൺ ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ. വൺ ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ എന്ത് മാത്രമാണ്? ഒരു ഡയറക്ഷനിൽ മാത്രമേ ഉള്ളൂ. ആ ഇക്വേഷൻ ബിക്കം എന്തായിട്ട് മാറും? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. മനസ്സിലായോ? വൺ ഡയമെൻഷണൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ആണെങ്കിൽ ഇക്വേഷൻ ബിക്കം എന്തായിട്ട് മാറും? ഡോ സ്ക്വയർ ടി ബൈ ഡോ എക്സ് സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. Dou square t by dou x square that is equal to 0. That means del square t that is equal to 0. Del square t that is equal to എന്താണ്? 0. Del square t that is equal to എന്താണ്? 0. ഇതാണ് this is known as എന്താണ്? General heat conduction equation for Cartesian coordinate. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്ത് വെക്കുക. അത് കഴിഞ്ഞാൽ ഇത് അടുത്ത ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ് ഇത് കേട്ടോ. അപ്പൊ നമുക്കറിയാം ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ എങ്ങനെയാണ് ഡിറൈവ് ചെയ്യുന്നത്. ഒന്നും കൂടെ ഒന്ന് ഓർത്തെടുക്കുക, ഒന്നും കൂടെ നോക്കുക, പഠിക്കുക. ഇന്ന് തന്നെ നോക്കുക എല്ലാവരും കേട്ടോ. സമയമായിട്ടുണ്ട് 11:15 ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ ഒരു പ്രാവശ്യം കൂടെ എല്ലാവരും ഒന്നും കൂടെ ഒന്ന് നോക്കി പോവുക. അല്ലെങ്കിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിട്ടുള്ള വീഡിയോ നിങ്ങളുടെ ക്ലാസ്സിനകത്ത് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നുണ്ടാവും. അപ്പൊ അത് നിങ്ങൾ രണ്ടാമത് ഒന്നും കൂടെ നോക്കുക. അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ. അപ്പൊ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പിന്നീട് ചോദിക്കുക, അല്ലെങ്കിൽ ചോദിക്കുക. അപ്പൊ നമുക്ക് അതിനനുസരിച്ച് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ. അപ്പൊ ദിസ് ഇസ് ജനറൽ